പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവസാന ഘട്ടം 29-നാണ്. 29-ന് വൈകുന്നേരം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളും അറിയാൻ കഴിയും. ബംഗാളിൽ പ്രധാന മത്സരം BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ്. CPIM മത്സരിക്കുന്നുണ്ട്, കോൺഗ്രസും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസും CPIMഉം ഒന്നിച്ചാണ് മത്സരിച്ചത്, സഖ്യമായിട്ടാണ് മത്സരിച്ചത്. എന്നാൽ ഇത്തവണ വേറെ മത്സരിക്കുന്നു CPIMഉം കോൺഗ്രസും. അങ്ങനെ 4 കക്ഷികൾ, പ്രധാനപ്പെട്ട 4 കക്ഷികൾ മത്സര രംഗത്തുണ്ട്. ഇടതുപക്ഷം CPIM നേതൃത്വം കൊടുക്കുന്നു, BJP, തൃണമൂൽ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിക്കും. CPIMന് ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത മെല്ലെ കാണുന്നുണ്ട്. എന്നിരുന്നാലും വലിയ സീറ്റൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. സീറ്റിൻ്റെ എണ്ണം പോലും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വൻ പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് ജനങ്ങളുടെ എന്നത് CPIMനെ സംബന്ധിച്ച് ആശാവഹം തന്നെയാണ്. അപ്പോഴാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വിദ്യാർത്ഥി യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്. വാർത്ത ഇങ്ങനെയാണ്: ജാദവ്പൂർ സർവകലാശാലയിൽ SFIക്ക് മിന്നും വിജയം. വാർത്ത തുടങ്ങുന്നു: പശ്ചിമ ബംഗാളിലെ ജാദവ്പൂർ സർവകലാശാലയിൽ SFIക്ക് മിന്നും വിജയം. സർവകലാശാലയിലെ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിയിലേക്ക് ICC നടന്ന തെരഞ്ഞെടുപ്പിലാണ് SFI മുന്നേറ്റം. ആർട്സ് വിഭാഗത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ TMCPയെയും ABVPയെയും ബഹുദൂരം പിന്നിലാക്കി SFI ജയിച്ചത്. 2 സീറ്റുകളിലും SFI വിജയിച്ചു. ബിരുദ സീറ്റിൽ SFI സ്ഥാനാർത്ഥി സാനിയ ഘോഷിന് 850 വോട്ട് ലഭിച്ചു. രണ്ടാമതെത്തിയ ഐസ DSF സഖ്യത്തിന് വെറും 144 വോട്ട്. ABVPക്ക് ലഭിച്ചത് 17 വോട്ട് മാത്രം. PG സീറ്റിൽ വിജയിച്ച SFI സ്ഥാനാർത്ഥി ദിഷ ചായ്ക്ക് 441 വോട്ട് ലഭിച്ചു. രണ്ടാമതെത്തിയ TMCക്ക് 95 വോട്ട് മാത്രം. ABVPക്ക് കിട്ടിയത് 18 വോട്ട്. 2 സീറ്റിലും നോട്ടയേക്കാൾ കുറഞ്ഞ വോട്ടുകളാണ് ABVPക്ക് ലഭിച്ചത്. എഞ്ചിനീയറിംഗ് ശാസ്ത്ര വിഭാഗത്തിലും SFI മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എഞ്ചിനീയറിംഗിൽ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫണ്ടും DSF, ശാസ്ത്രത്തിൽ വിവിധ ഇൻഡിപെൻഡൻസ് സ്വതന്ത്ര സംഘടനയും വിജയിച്ചു. TMCPയുടെ അക്രമ രാഷ്ട്രീയത്തിലും ABVPയുടെ വർഗീയ രാഷ്ട്രീയത്തിലും ക്യാമ്പസുകളിൽ ഇടമില്ലെന്ന പ്രഖ്യാപനമാണ് ഈ വിജയമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി, ജനറൽ സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ എന്നിവർ അറിയിച്ചു എന്നാണ് വാർത്ത. ഇതൊരു തുടക്കമാണ്. പശ്ചിമ ബംഗാൾ എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഒരു തുടക്കം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥാനാർത്ഥികൾ ജയിക്കും എന്നതിനപ്പുറത്തേക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം മത്സരിക്കുന്നു. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക്, CPIM സ്ഥാനാർത്ഥിക്ക് നല്ല പിന്തുണ ലഭിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ പ്രചരണ യോഗങ്ങളിൽ ജനമുന്നേറ്റമുണ്ടാകുന്നു. ഇതെല്ലാം വലിയ മാറ്റത്തിൻ്റെ സൂചന നൽകുന്നുണ്ട്. ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ABVPയെയും TMCയെയും അമ്പേ പരാജയപ്പെടുത്തിയാണ് SFI ജയിക്കുന്നത് എന്നോർക്കണം. ABVPയെയും TMCയെയും വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ തിരസ്കരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി നമുക്കിത് കാണാം. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ബംഗാളിൽ ഇടതുപക്ഷത്തിൻ്റെതായ ഒരു സ്ഥാനമുണ്ടാകും എന്നതാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങൾ ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷത്തിൻ്റേത് കൂടിയാണ്. കനൽ ഒരു തരിമതി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സർവകലാശാലയിൽ നിന്ന് തുടങ്ങുന്നത് ചിലപ്പോൾ ബംഗാളിൽ ആളിക്കത്തിയേക്കാം. ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രം അതാണ് നമ്മോട് വിളിച്ചു പറയുന്നത്.